ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. മാർക്കറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ഡേറ്റാസൊന്നുമില്ല. ഒന്നാമത്തെ ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചൊരു 3 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ഈ 3 ദിവസത്തിനുള്ളിൽ അമേരിക്കയിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ വലിയൊരു ഗ്യാപ്പ് അപ്പിലോ വലിയൊരു ഗ്യാപ്പ് ഡൗണിലോ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പൊസിഷൻസ് എടുക്കുകയോ വലിയ പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ലോസസ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് മതി എന്ന് തോന്നിയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പരിപാടികളൊന്നും ചെയ്യാത്തൊരു ദിവസമാണ്. ഇപ്പോൾ അഗ്രസീവ് ട്രേഡ് ചെയ്യുന്ന ഒരു ദിവസവും ആയിരിക്കില്ല ആ ഒരു ദിവസത്തിന് മുന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ബിക്കോസ് അവർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. ഈ 4 ദിവസത്തിന് മുന്നേ മാർക്കറ്റ് എങ്ങനെ ഇരിക്കണം, 4 ദിവസത്തിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് അവർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ആ പൊസിഷൻ അഡ്ജസ്റ്റിങ്ങിനകത്ത് നമ്മൾ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ഇന്നലെയൊക്കെ നല്ല മാർക്കറ്റായിരുന്നു. നല്ല മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ആയിരുന്നു. സ്കാൽപ്പറിനെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കറ്റായിരുന്നു, അല്ലാണ്ട് വലിയ മാർക്കറ്റ് അല്ല. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ കാണിക്കുന്നത് പറഞ്ഞാൽ 24,690 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ച് മേളിൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നാസ്ഡാക്ക് ഹയറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവിലാണ്. സോ മാർക്കറ്റിൽ നെഗറ്റിവിറ്റി അങ്ങനെ ഇല്ല. പോസിറ്റിവിറ്റി വരാൻ പ്രത്യേകിച്ച് റീസൺ ഇല്ല. എന്താണെന്ന് വെച്ചാൽ August 15 നേരത്തെ പറഞ്ഞിരുന്നത്, നമ്മുടെ ട്രംപിൻ്റെ ഡീറ്റെയിൽ ബാക്കി പറഞ്ഞത്. അപ്പോൾ അത് വരട്ടെ, വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. നമ്മൾ പൊസിഷൻ അധികം എടുത്തിട്ടില്ല. നമ്മുടെ ക്യാപിറ്റലിൽ ഓൾമോസ്റ്റ് 25-30% മാത്രമേ പൊസിഷൻ ഇപ്പോൾ ഉള്ളൂ. ഒന്നുകിൽ 24,800 ബ്രേക്ക് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ നല്ലൊരു ഡേറ്റ വരണം, എന്നിട്ട് മാത്രം നമുക്ക് പൊസിഷൻ എടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1-2 നല്ല സ്റ്റോക്സ് ഡിപ്പിൽ വന്നു. ദേവയാനി പോലുള്ള സ്റ്റോക്ക് വന്നു, ടാറ്റ മോട്ടോഴ്സ് വന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പൊസിഷൻസ് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചാർട്ടിലേക്ക് കിടക്കാം. ചാർട്ട് ഇത് നിഫ്റ്റി. ഓക്കെ, ഇതൊരു മാർക്കറ്റ് ഒരു വളരെ വലിയൊരു മൊമെൻറ്റം പോയിരുന്നു. അത് സബ്സൈഡ് ചെയ്ത് തിരിച്ച് വീണ്ടും അതിൻ്റെ സപ്പോർട്ട് ഏരിയ ഈ ക്യാൻഡിൽസിനെ തൽക്കാലം വിട്ടേക്കുക. ഓക്കെ, ഈ ക്യാൻഡിൽസിനെ തൽക്കാലം വിട്ടിട്ട് ഞാനിതിനെ ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, മാർക്കറ്റ് ഒരു വലിയൊരു അവധിക്ക് മുന്നോടിയായിട്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കൺസോൾട്ടേഷൻ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഒരു ചെറിയൊരു ബ്രേക്കൗട്ട്, ഈ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനൊരു ബ്രേക്കൗട്ട് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെറിയൊരു ട്രേഡ് അതിനകത്ത് ഐ തിങ്ക് ഇന്നലത്തെ ട്രേഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ് കിട്ടി. മാർക്കറ്റിലൊരു ബ്രേക്കൗട്ടിൽ ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കാൽപ്പിംഗ് ആണ്, അതുകൊണ്ടാണ് അതങ്ങനെ ഒരു നല്ലൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും സൈഡ് വേസ് ഏരിയയിൽ തന്നെ നിൽക്കുവാണ്. സോ ഇന്ന് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു സിമെട്രിക് ട്രയാങ്കിളായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്ന് ഇതുവരെ കൺഫ്യൂസ്ഡ് ആണ്. മേളിലേക്ക് 720 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് മേളിലേക്ക് പോകും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 500-530 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ഡേറ്റയാണ്, ഞാനത് പിന്നീട് ഇട്ടോളാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയും ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മേളിലേക്ക് വന്നു, എന്നാൽ ഒരു ട്രെൻഡിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ചിലപ്പോൾ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അഡ്വാൻറ്റേജ് തന്നേക്കാം. അപ്പോൾ നിഫ്റ്റി 50യിൽ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് 660 മേളിൽ നമ്മൾ കയറണം. ഞാൻ സ്ഥിരം പറയാറുണ്ട് 660 മേളിൽ ക്ലോസിങ് കിട്ടട്ടെ എന്നുള്ളത്. സോ ഇവിടെ വന്നു, പക്ഷെ അത് അധികം ക്വാളിറ്റി ആയിട്ട് വന്നില്ല. ഇന്നലെയും 660 മേളിൽ ക്ലോസിങ് വരട്ടെ എന്ന് പറഞ്ഞു, വന്നില്ല. എങ്കിൽ 720. നമുക്ക് 600 കഴിഞ്ഞാൽ 660, 720 അടുത്ത ലെവൽസ്, പിന്നെ 800. സോ ചെറിയ സ്കാൽപ്പർ ടാർജറ്റ് എന്ന് പറയുന്നത് ഓരോ 60 പോയിൻറ്റിലും അവിടെ ഒരു ടാർജറ്റ് കിടപ്പുണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്നത് സെൻസെക്സിലാണ്. ഓക്കെ, അത് വേറൊരു സംഭവം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഇന്നത്തെ ക്രൂഡ് ഓയിലിലേക്ക് വരാം. ക്രൂഡ് ഓയിൽ അതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത്, ഇതായിരുന്നു ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആക്ച്വലി ഇന്നലെ ഒരു നല്ലൊരു ഫോള് കണ്ടിരുന്നു. സോ നെഗറ്റീവ് സൈഡ് ഓൾറെഡി നമ്മളവിടെ ഒരു ട്രേഡ് ബുക്ക് ചെയ്തത് കാരണം, പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് കാരണം ഇവിടെ
പൊസിഷൻ എടുത്തിട്ടില്ല. ചാർട്ട് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓൾ ടാർഗറ്റ്സ് ഡൺ. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ടിൽ എത്തിയിട്ടുണ്ട്. നോക്കാം ഇനി ഒരു ബൗൺസിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുവരെ ക്രൂഡ് ഓയിൽ ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ചാർട്ട് നിൽക്കട്ടെ. ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് കയറുവാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. 560 600 മേളിൽ വന്നാൽ മാത്രമേ അവിടെ ട്രേഡ് ഉള്ളൂ. മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 5444. സോ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് വലിയ അനാലിസിസ് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു, ഒരു ചാർട്ടിൻ്റെ അനാലിസിസ് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഹീറോ മോട്ടോർ കോപ്പ് നമ്മളവിടെ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ഡിസിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള ഒരു സാധ്യത. സോ ആ ഒരു സപ്പോർട്ട് കയറി ഫസ്റ്റ് ടാർഗറ്റ് 4933 അത് കയറാൻ സാധ്യതയുണ്ട്. നല്ല മൊമെൻ്റും ഉണ്ട്. ഓക്കെ, വോളിയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ലാത്ത നല്ല വോളിയമുണ്ട്. നമുക്കത് വീണ്ടും ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ പൊസിഷൻ എടുക്കണമെങ്കിൽ ഹീറോ മോട്ടോർ കോർപ്പ് കൺസിഡർ ചെയ്യാം. അത് ഡിപ്പിൽ നേരത്തെ വന്നിരുന്നു. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്താണ്. 4400 മേളിൽ വന്നിരുന്നപ്പോൾ 4800 ഫസ്റ്റ് ടാർഗറ്റ്, സ്മോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മേളിലേക്ക് ഇനിയും 5200 അടുപ്പിച്ചിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ക്യാൻഡിൽസ് കണ്ടിട്ട് ഇനിയും മേളിലേക്ക് പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് അതിനെ കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്. ഈ ട്രംപിൻ്റെ ഇഷ്യൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കയറിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടി വി എസ് മോട്ടോഴ്സ് വേണമെങ്കിൽ നോക്കാം. ടി വി എസ് മോട്ടോഴ്സും ബ്രേക്ക് ഔട്ടിലാണ്. അത് കയറിപ്പോ നമ്മുടെ ബ്രേക്ക് ഔട്ട് ട്രേഡ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത് 2400 അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷമുള്ള അടുത്തൊരു ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഡേറ്റ ഇല്ല, പ്രത്യേകിച്ച് ഒരു അഗ്രസീവായിട്ടുള്ള ഒന്നുമില്ല. സ്ലോലി ഞാൻ ഓൾറെഡി അത്യാവശ്യം ക്യാപിറ്റൽ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നലത്തെ കൂടെ ഇന്ന് ഒരു ട്രേഡ് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അതും വിഡ്രോ ചെയ്തിട്ട് ആഫ്റ്റർനൂണിന് മുന്നേ ഇല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം തന്നെ ഞാൻ ആ ട്രേഡ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നതാണ്. സോ ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ദിവസത്തിൽ ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോലും നല്ല DK കാണും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.